വിശദമായ വാർത്തകളിലേക്ക്. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ചേർന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം റദ്ദ് ചെയ്ത VC സിസ തോമസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണെന്നും രജിസ്ട്രാറുടെ സസ്പെൻഷൻ നിലനിൽക്കുമെന്നും താൽക്കാലിക VC മാധ്യമങ്ങളോട് പറഞ്ഞു. റദ്ദാക്കൽ തീരുമാനത്തിന് നിയമസാധുതയില്ലെന്നും തന്റെ സാന്നിധ്യത്തിൽ അത്തരമൊരു തീരുമാനം ഉണ്ടായിട്ടില്ലെന്നും അവർ നിലപാട് വ്യക്തമാക്കി. VCയുടെ ചുമതല വഹിക്കുന്ന സിസ തോമസിന്റെ വിയോജനക്കുറിപ്പ് മറികടന്നാണ് സിൻഡിക്കേറ്റ് യോഗം ഇന്ന് ചേർന്നത്. സിസ തോമസിന്റെ പ്രതികരണത്തിലേക്ക്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എന്തായാലും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് താൽക്കാലിക VC സിസ തോമസ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, അല്പസമയം മുമ്പാണ് സിൻഡിക്കേറ്റ് യോഗം അവസാനിച്ചത്. സിൻഡിക്കേറ്റ് യോഗം ഒരു പൂർത്തീകരണത്തിലേക്ക് എത്താതെയാണ് പിരിഞ്ഞതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ കേരള സർവകലാശാല ആസ്ഥാനത്ത് നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഭാരതാംബയുടെ ചിത്രത്തെ അധിക്ഷേപിച്ചതിനും ഒപ്പം തന്നെ പരിപാടി അലങ്കോലമാക്കിയതടക്കമുള്ള കാര്യങ്ങളിൽ രജിസ്ട്രാർ VC അടക്കമുള്ളവർ കടുത്ത നിലപാട് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ, അന്ന് VC ആയിരുന്ന അദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകൾ, നടപടികൾ, ഒപ്പം തന്നെ രജിസ്ട്രാർ കൂടിയായിട്ടുള്ള KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ, ഇതിലടക്കമാണ് നാളെ നിർണായകമായിട്ടുള്ള കേസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുന്നത്. ഈ ഹൈക്കോടതി പരിഗണിക്കുന്നതിന് തൊട്ട് മുൻപാണ് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ഇടതാംഗങ്ങളുടെ നേതൃത്വത്തിൽ, ഇടതാംഗങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ സിസ തോമസിന്റെ താൽക്കാലിക VCയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്നത്. ആ യോഗമാണ് അജണ്ട പൂർത്തീകരിക്കാതെ പിരിഞ്ഞതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അജണ്ടയിൽ പറഞ്ഞത് നാളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ എന്ത് നിലപാടാണ് കോടതിയിൽ സർവകലാശാല അറിയിക്കേണ്ടത്, ആ സർവകലാശാല അറിയിക്കേണ്ട സത്യവാങ്മൂലം അത് പൂർത്തീകരിച്ച് ഈ അജണ്ട പൂർത്തീകരിച്ച് പിരിയുക എന്നുള്ളതാണ്. പക്ഷേ ഈ യോഗവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ സിസ തോമസ് യോഗത്തിലെത്തി രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടികൾ ഉത്തരവിറക്കിയ സാഹചര്യം പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ആ അജണ്ടയിൽ നിന്ന് മറ്റൊരു അജണ്ടയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, ഒപ്പം തന്നെ ഈ വിഷയം ചർച്ച ചെയ്യണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വെച്ചതോടുകൂടി വലിയ തർക്കത്തിലേക്കും വാഗ്വാദത്തിലേക്കും വാക്കേറ്റത്തിലേക്കും മുദ്രാവാക്യം വിളിയിലേക്കും ഒക്കെ സിൻഡിക്കേറ്റ് യോഗം സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ അജണ്ട പൂർത്തീകരിക്കാത്ത സാഹചര്യത്തിൽ യോഗം പിരിച്ചുവിടുകയാണ്, അല്ലെങ്കിൽ യോഗം അവസാനിപ്പിക്കുകയാണെന്ന് ഡോക്ടർ സിസ തോമസ് അറിയിച്ചുകൊണ്ട് വേദി വിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു. അല്ലെങ്കിൽ ഈ യോഗം ഹോള് വിട്ട് പുറത്തേക്ക് പോയി. തൊട്ടു പിന്നാലെ തന്നെ ഗവർണർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള, അദ്ദേഹം നിയമിച്ചിട്ടുള്ള 2 സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരും ഇതേ നിലപാട് സ്വീകരിച്ച് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്, അതിലൊരു തീരുമാനമെടുക്കാനോ ആ നടപടി റദ്ദ് ചെയ്യാനോ സിൻഡിക്കേറ്റിന് അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് VC ആ യോഗം അവസാനിപ്പിച്ചത്. പക്ഷേ VC പുറത്തേക്ക് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഏകദേശം 15-ലധികം വരുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ പ്രത്യേകമായി യോഗം ചേരുകയും ആ യോഗത്തിലെ മുതിർന്ന ഒരു പ്രൊഫസറെ തന്നെ അതിന്റെ അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്ന് സിൻഡിക്കേറ്റിന്റെ നടപടികൾ പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും, ഒപ്പം തന്നെ ഈ അജണ്ടയിൽ നിന്ന് പുറത്ത് മറ്റൊരു അജണ്ടയായി ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദ് ചെയ്ത ഒരു തീരുമാനം അവർ എടുക്കുകയും ചേരുകയായിരുന്നു. ഇതിനുശേഷം മാധ്യമങ്ങളോട് സിസ തോമസ് പ്രതികരിക്കുകയുണ്ടായി. സിസ പറഞ്ഞത് ഇത്തരത്തിലാണ്: ഇതൊരു അംഗീകാരമില്ലാത്ത നടപടിയാണ്, കോടതിയിൽ പോയാലും അതിന് നിയമസാധുതയില്ല, കോടതിയിലിരിക്കുന്ന ഒരു വിഷയമാണ് രജിസ്ട്രാറുടെ ഈ സസ്പെൻഷൻ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലൊരു തീരുമാനമെടുക്കാൻ സിൻഡിക്കേറ്റിനോ തനിക്കോ അവകാശമില്ല, അത് നിയമസാധുതയില്ല എന്നുള്ളതാണ് സിസ അറിയിച്ചിട്ടുമുള്ളത്. എന്തായാലും ആ സിസയുടെ വാക്കുകളെയൊക്കെ ധിക്കരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്വീകരിച്ചത്. എന്തായാലും നാളെ 2 സത്യവാങ്മൂലങ്ങൾ കോടതിയിലേക്ക് പോകും. ഒന്ന്, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നടപടി പൂർത്തീകരിച്ച അവരുടെ ഒരു ഭാഗം, മറ്റൊന്ന് സിസ തോമസ് സ്വമേധയെ നൽകുന്ന ഒരു സത്യവാങ്മൂലമാണ്. അതിൽ വിയോജനക്കുറിപ്പോട് കൂടിയാണ് എന്താണ് ഇവിടെ നടന്നത്, എന്താണ് നിലവിലുണ്ടായ സാഹചര്യം എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കും. ഒപ്പം തന്നെ രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും നാളെ സിസ തോമസിന്റെ സത്യവാങ്മൂലം കോടതിയിലേക്ക് എത്തുക. ഒപ്പം തന്നെ ഗവർണർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതിനിധികളടക്കമുള്ള 2 സിൻഡിക്കേറ്റ് അംഗങ്ങളും കടുത്ത നിലപാട് തന്നെയാണ് ഇടത് അംഗങ്ങൾക്കെതിരെ സ്വീകരിച്ചത്. പാർട്ടി ഓഫീസായി സർവകലാശാല ആസ്ഥാനത്തെ മാറ്റിക്കൊണ്ടൊരു യോഗം അവിടെ ചേരുകയാണ്. VC യോഗം പിരിച്ചുവിട്ടിട്ടും ആ യോഗത്തിന് ശേഷം മറ്റൊരാളെ അതിന്റെ അധ്യക്ഷ പദവിയിൽ കൊണ്ടുവന്നുകൊണ്ട് ആ യോഗം മുന്നോട്ട് കൊണ്ടുവന്നതിൽ നിയമസാധുതയില്ല. ആ യോഗം എടുക്കുന്ന തീരുമാനത്തിന് ഒരു രീതിയിലുമുള്ള അംഗീകാരം കോടതി ലഭിക്കില്ല എന്നുള്ളതാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളെ വിമർശിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഗവർണർ നിയമിച്ചിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വിഷയം വീണ്ടും കോടതിയിലേക്ക് എത്തുകയാണ്. നാളെ നിർണായക നടപടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. അതിരൂക്ഷമായ ഭാഷയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്കും ഒപ്പം തന്നെ രജിസ്ട്രാർക്കടക്കം വിമർശനം നേരിട്ടൊരു സാഹചര്യത്തിൽ എന്ത് നിലപാടിന് കോടതി സ്വീകരിക്കും എന്നുള്ളതാണ് ഈ ഒരു 2 സത്യവാങ്മൂലങ്ങളുടെ പശ്ചാത്തലത്തിൽ അറിയേണ്ടത്. വിഷ്ണു, ഒപ്പം ശാലിനി എടുത്തു പറയേണ്ടത്, സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മുഖം രക്ഷിക്കാനുള്ള കൃത്യമായ ഒരു അജണ്ട കൂടിയല്ലേ ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ഒരു നീക്കം?
വിഷ്ണു, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അവരാണ് ഈ മുന്നോട്ട് വെച്ചത് ഇങ്ങനൊരു സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്നുള്ളത്. സ്വാഭാവികമായും കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ എണ്ണം പരിശോധിക്കുകയാണെങ്കിൽ ഭൂരിപക്ഷവും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്. അവർക്ക് മെജോറിറ്റി ഉള്ള ഒരു സിൻഡിക്കേറ്റാണ്. സ്വാഭാവികമായും ഒരു തീരുമാനമുണ്ടായാൽ അവിടെ അവർക്ക് ഏകകണ്ഠേനമായി അല്ലെങ്കിൽ അവർക്ക് ഭൂരിപക്ഷം നിലനിർത്തിക്കൊണ്ട് തീരുമാനം പാസ്സാക്കാൻ കഴിയും. ഒരു പ്രമേയമടക്കം അത് പാസ്സാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അതിനടക്കം സിസ തോമസ് വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ വിഷയത്തെയും കോടതിയെയും ഒപ്പം തന്നെ ഭാരതാംബയെ അടക്കം വിമർശിച്ച മറ്റൊരു ഇടത് സിൻഡിക്കേറ്റ് അംഗമായ രാജേഷിനെതിരെ കടുത്ത നിലപാട് ഗവർണർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിലടക്കം പ്രമേയവും അവർ അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് തർക്കം, വാഗ്വാദമൊക്കെ ഒരു പരിധി വിട്ട് പോയൊരു സാഹചര്യത്തിൽ യോഗം അജണ്ടയിൽ ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ അജണ്ട ചർച്ച ചെയ്യാതെ യോഗം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല, മറ്റൊരു അജണ്ട ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്ന VC യോഗം പിരിച്ചുവിടുകയും ചെയ്തത്. എന്നാലും VCയുടെ അസാന്നിധ്യത്തിൽ എടുത്ത തീരുമാനത്തിന് കോടതിയിൽ എത്രത്തോളം പ്രസക്തി ഉണ്ടാകുമെന്നുള്ളത് നാളെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇടത് അംഗങ്ങൾ ഇപ്പോഴും അവിടെ സർവകലാശാലയിൽ പ്രത്യേക യോഗം ചേരുകയാണ്. വിഷ്ണു.